ശോശാമേ, എടി ശോശാമേ, ഇത് ഇവിടെ എവിടെ പോയി? നിന്റെ ഒരുക്കം തീർന്നില്ലേടി? ഒന്ന് വേഗം ഒരുങ്ങി വാടി. ഇതാ വരുന്ന അച്ചായ. ഓ, ഞാനൊന്ന് ഒരുങ്ങിയതാ. ഇതൊത്തൊന്ന് നോക്കി. കൊള്ളാടി കൊള്ളാം. അത് പോട്ടെ, ഇതെന്നാ പറ്റിയടി നിന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം? ഇത് സാധാരണ കാണാത്തതാണല്ലോടി. അതെ ഇച്ചായ, ഓർമ്മയുണ്ടോ? ഇന്നേ ദിവസമാ 55 വർഷം മുന്നേ നമ്മൾ നാട്ടിൽ നിന്ന് പാലക്കാട് എത്തിയത്. അയ്യോ, ഇച്ചായനിത് എന്നാ പറ്റി? മുഖം അങ്ങ് വല്ലാതായല്ലോ. 10 മക്കളെയും വീട്ടു സാധനങ്ങളും താങ്ങി കാളവണ്ടിയിലും ജീപ്പിലും കാൽനടയായും എത്ര കിലോമീറ്ററുകളും ദിവസങ്ങളും താണ്ടിയാണ് നമ്മൾ ഈ സ്ഥലത്തെത്തിയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോടി? വെറും കാടായിരുന്നു ഈ ഭൂമി. കാട് വെട്ടി കിണർ കുഴിച്ച് തെങ്ങും പ്ലാവും മാവും തെങ്ങും കുരുമുളകും കപ്പയും ചേനയും ചേമ്പും എല്ലാം വെച്ച് പിടിപ്പിച്ചു. ഓർമ്മയുണ്ടോടി? അന്നൊക്കെ ഒരുപിടി അരി കിട്ടിയ ആഘോഷമാടി. പാവം നമുക്ക് കഞ്ഞിയുള്ള മക്കൾക്ക് ചോറും. എന്നാലും ദാരിദ്ര്യത്തിലും സന്തോഷമായിരുന്നടി അന്നൊക്കെ. കഷ്ടപ്പാടുകളും രോഗങ്ങളും പട്ടിണിയും അങ്ങനെ എത്ര വർഷങ്ങളെ നമ്മൾ അതിജീവിച്ചു വെച്ചായ. നീ ഓർക്കുന്നോ, നമ്മൾ ഇവിടെ വന്നപ്പോൾ ആദ്യം അന്വേഷിച്ചത് ഒരു പള്ളിയാണ്. എങ്ങനെയൊക്കെ ആയാലും ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു. 5 വർഷമെടുത്തു ഒരു കൂരയിലെങ്കിലും ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ. അതെ, ആ 5 വർഷവും നമ്മളെയും കുഞ്ഞുങ്ങളെയും പിടിച്ചു നിർത്തിയത് നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയായിരുന്നു. ഒരിക്കലും നമ്മളത് മുടക്കിയിട്ടില്ല. അന്ന് പുളിയംപള്ളിയിൽ നമ്മുടെ ആദ്യത്തെ പള്ളിയും കാലങ്ങൾക്ക് ശേഷം നമ്മുടെ സെന്റ് മേരീസ് പള്ളിയും ഒക്കെ യാഥാർത്ഥ്യമായത് എങ്ങനെയെന്ന് ശോശയ്ക്ക് അറിയാമോ? അറിയാം. ഇഴജന്തുക്കളുടെയും വന്യമൃഗങ്ങളുടെയും കടുത്ത ശല്യത്തിൽ നിന്നും ഇന്നും ഈ പ്രദേശത്തെ കാക്കുന്നത് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഗീവർഗീസിന്റെയും മധ്യസ്ഥതയാണ്. പല ഭാഗങ്ങളിൽ നിന്നുമുള്ളവർക്ക് ഒരുമിച്ച് കൂടാനും സൗകര്യപ്രദമായ ഒരു സ്ഥലം മൈലംപുള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് ലഭിച്ചു. അങ്ങനെ നമ്മുടെ സെന്റ് മേരീസ് പള്ളിയും യാഥാർത്ഥ്യമായി. ആകെ പന്നികളാണ്. ഈ പന്നികളെ കൊണ്ട് വല്ലാത്ത ശല്യം. നീ എനിക്ക് പുണ്യാളെ പരിശുദ്ധമ്മ കാക്കണേ. നീ ജോണി, തോമ, അന്നേ, മരിയ, വർക്കി, സൂസി, എസ്തപ്പ, കുഞ്ഞുമോനെ, ത്രേസ്യ, ഇനി ഒരുത്തി കൂടി ഉണ്ടല്ലോ. അമ്മേ, ഞാൻ എന്നെ മറന്നോ? എന്റെ കുഞ്ഞമ്മണിയെ അമ്മ മറക്കോ? ഉമ്മ ഇപ്പൊ എന്നെ ആർക്കും വേണ്ട. അപ്പച്ചനും മക്കളും ഒന്ന്. അയ്യോ, ഇതെന്താ ഇച്ചായ? ദേഹത്തൊക്കെ മുറിവുകള്. എന്താ പറ്റിയ അപ്പച്ച? ഒന്നുമില്ല, സാരമില്ല. എന്തോ ഇച്ചായന് പറ്റിയിട്ടുണ്ട്. പറ. ഇന്ന് പോവും വഴി. പോവും വഴി? ആ, ഇന്ന് പോവും വഴി ഒരു കാട്ടുപന്നിക്കൂട്ടം എന്നെ ആക്രമിച്ചു. സൈക്കിള് മറിച്ചിട്ടു.
വിൽക്കാൻ കൊണ്ടുപോയ പാല് മുഴുവൻ വഴിയിൽ പോയി. ഗീവർഗീസ് പുണ്യാളെ ഞാൻ കാത്തത്. പുണ്യാളെന്ന് ഒറ്റ വിളിയായിരുന്നു അപ്പച്ചൻ. അമ്മേ, ഇന്ന് നമ്മുടെ തോമായെ സ്കൂളിൽ കുട്ടികൾ ഉപദ്രവിച്ചു. ഞാൻ വലുതാവുമ്പോ അപ്പച്ചനെ കുത്തി മറിച്ചിട്ട് കാട്ടുപന്നികളെയും തോമയെ ഉപദ്രവിച്ചവരെയും ഒരു പാഠം പഠിപ്പിക്കും. വേണ്ട മക്കളെ, ഇന്നലെ വിശുദ്ധ കുർബാനയ്ക്കിടെ പ്രസംഗത്തിൽ നമ്മുടെ അച്ഛൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? പ്രതികാര ചിന്ത നമ്മെ നശിപ്പിക്കും. അവിടെ പിശാച് തന്റെ ഭവനമാക്കും. അതിനാൽ മനുഷ്യ, പ്രതികാരം നീ ദൈവത്തിന് വിടുക, അവിടുന്ന് നമുക്ക് സമൃദ്ധി നൽകും. അതെ ഈച്ചായ, വന്യമൃഗങ്ങളിൽ നിന്ന് നമുക്ക് പീഡകൾ മാത്രമേ ഉള്ളൂ. എങ്കിലും കർത്താവ് നമുക്ക് സമൃദ്ധി തരും. കർത്താവിലുള്ള വിശ്വാസം നമുക്ക് മുറുകെ പിടിക്കാം. ഒന്നിനും നമ്മെ തോൽപ്പിക്കാനാവില്ല. സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ലേ നീ? കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതയിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചല്ലോ ശോശേ. മിടുക്കരായ നമ്മുടെ മക്കളിലൂടെയും പിന്നെ ഈ വർഷം നല്ല വിളവും കിട്ടി, വിലയും കിട്ടി. നമുക്ക് 10 മക്കളെ നന്നായി പഠിപ്പിക്കണം. ദശാംശവും ദാനധർമ്മവും മുടക്കാത്ത നമ്മൾക്ക് ദൈവം ഇനിയും അനുഗ്രഹങ്ങൾ ചൊരിയും. വാ മക്കളെ, നമുക്ക് കുരിശ് വരയ്ക്കാം. എടി, പിന്നെ നാളെ നമ്മുടെ ആദ്യത്തെ പള്ളിയുടെ പണി തുടങ്ങുക. വികാരിച്ച് നമ്മളോട് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പള്ളി വെച്ചിപ്പോ പിതാവ് രാവിലെ എത്തും. ഇപ്പൊ തീരെ അച്ഛാ, ഇനി അല്പം വൃത്തിയാക്കൽ അലങ്കാരപ്പണികളും മാത്രമേ ബാക്കിയുള്ളൂ. മോളി, നാളെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒലവക്കോട് പള്ളി വരെ കുറച്ച് പേരെ കൂട്ടി പോകണം. അവിടെ ചോളപ്പൊടിയും പാൽപ്പൊടിയും കൊടുക്കുന്നുണ്ട്. പിന്നെ വിൻസെന്റ് ഡി പോളിന്റെ ആടുവളർത്തൽ സഹായ പദ്ധതിയിൽ നിന്നും ആട്ടിമുഞ്ചലയും കൊടുക്കുന്നു. ഞായറാഴ്ച അത് വാങ്ങാൻ മറക്കണ്ട കേട്ടോ. അന്നച്ചടത്തി, ലീജൻ ഓഫ് മേരിയുടെ ഞായറാഴ്ച പരിപാടിക്ക് അമ്മച്ചിമാരെ എല്ലാവരെയും കൂട്ടണേ. പിള്ളേരെ വേദപാഠത്തിനും CLC പരിപാടിക്കും മറക്കാതെ വിടണേ. ഹോ, അങ്ങനെ അച്ഛ ഓലപ്പുരാണെങ്കിലും നമുക്കൊരു പള്ളിയായി. അച്ഛന്മാരും സിസ്റ്റർമാരും ഇടവക്കാരും എല്ലാവരും ഒത്തൊരുമയോടെ പണിത നമ്മുടെ പള്ളി. നമ്മുടെ ആ പഴയ കാലങ്ങളൊക്കെ ഓർത്ത് സമയം പോയത് അറിഞ്ഞില്ല. വാ ശോശേ, നമുക്ക് പള്ളിയിലോട്ട് പോകാം. സമയമായല്ലോ. പോകാം. നമ്മുടെ മക്കളൊന്ന് വന്നോട്ടെ. എത്തിയല്ലോ. അന്നയും അറിയോ എത്തിയല്ലോ. അവര് സിസ്റ്റർമാരാ. അവര് കൃത്യസമയത്ത് എത്തി. നമ്മുടെ എസ്തപ്പാൻ അച്ഛനും എത്തിയല്ലോ. അങ്ങനെ നമ്മുടെ 3 മക്കളെ നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വിട്ടു. പിന്നെ ജോണി ഡോക്ടറായി, തുമ്മന് ബിസിനസ്, വർക്കി വക്കീല്, ത്രേസ്യ നേഴ്സ്, നമ്മുടെ കുഞ്ഞമ്മണി ടീച്ചറുമായി. അതെ, അതാരടിയാ വരുന്നത്? നമ്മുടെ ജോണി കുഞ്ഞല്ലേ, നമ്മുടെ ജോണി ഡോക്ടർ. തുമ്മനും ഉണ്ടല്ലോ കൂടെ. വലിയ ബിസിനസ്സുകാരനാ. വർക്കി വക്കീലും കൂടെ ഉണ്ടല്ലോ. ശരിയാടി. വേണ്ട, നമ്മുടെ നേഴ്സ് കുഞ്ഞ് എന്നിങ്ങനെ എത്തിയല്ലോ. ത്രേസ്യ കുഞ്ഞ് നേഴ്സ്. കുഞ്ഞമ്മണി ടീച്ചറുണ്ട് കൂടെ. അതെ, അവരുടെ കുടുംബം എത്തി. വാ മക്കളെ എല്ലാരും, വാ വാ വാ. ഒരുത്തനെ കൂടെ കാണാനുണ്ടല്ലോ. അവരെന്തിയേ? എടാ കുഞ്ഞുമോനെ, അപ്പച്ചന്റെ പുന്നാര മോൻ
കൃഷിക്കാരൻ എന്തിയവൻ? കൃഷിക്കാരൻ എന്നാടി ഒരു കുഴപ്പം? അവൻ എന്നേക്കാൾ സമ്പാദിക്കുന്നവനാ. പിന്നെ ഒരു വെളിപ്പുറത്ത് എന്ന് പറയാൻ അവൻ നമ്മുടെ കൂടെ ഇല്ലടി. ഉവ്വേ ശരിയാ. എന്തൊരു സന്തോഷമായിപ്പോ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നന്മകൾ ഓർത്ത കയ്യും കണക്കുണ്ടോ? മക്കളും കൊച്ചുമക്കളും സമ്പത്തും സമാധാനവും എല്ലാം കർത്താവിന് നന്ദി പറയേണ്ട നിമിഷങ്ങളായത്. വാ, ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങാറായി. നമുക്ക് എല്ലാവർക്കും പള്ളിയിലോട്ട് വാ. കൊച്ചുമക്കളെ വാ. കേന്ദ്രം